തേർഡ് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിലെ ഭരതവാക്യം എന്നുള്ള നാടകമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ജി ശങ്കരപ്പിള്ള മലയാള നാടകകൃത്തും സംവിധായകനും ആയിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. പരീക്ഷണാത്മക നാടകത്തിൻ്റെ മലയാളത്തിലെ വക്താവും കൂടിയായിരുന്നു അദ്ദേഹം. അതേപോലെ നാടകകളരി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ജി ശങ്കരപ്പിള്ള. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ 1930 അദ്ദേഹത്തിൻ്റെ ജനനം. 1960കളിൽ മലയാള നാടകവേദിയിൽ പരിഷ്കരണങ്ങൾക്കായി നിരവധി സെമിനാറുകളും ചർച്ചകളും സംഘടിപ്പിക്കുകയുണ്ടായി. 1977 കോഴിക്കോട് സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥാപിച്ചു. അതിൻ്റെ മേധാവിയായിരുന്നു. 1989 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന നാടകങ്ങൾ സ്നേഹദൂതൻ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, റെയിൽപ്പാളങ്ങൾ, പൂജാമുറി, ഭരതവാക്യം, ബന്ദി, മണൽത്തരികൾ, കറുത്ത ദൈവത്തെ തേടി, കിരാതം, സബർമതി ദൂരെയാണ് എന്നിവയാണ്. ജി ശങ്കരപ്പിള്ള നാടകരചന, അവതരണം, രംഗം എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയാനുള്ള പാണ്ഡിത്യം നേടിയ ആളാണ്. ഓരോ നാടകത്തെയും ഓരോ പരീക്ഷണമായി കണ്ട നാടകകൃത്ത് കൂടിയാണ് അദ്ദേഹം. കോമാളിത്തത്തോടെ അടുത്തു നിൽക്കുന്ന പ്രഹസനങ്ങളിലും സംസ്കൃത നാടകങ്ങളുടെയും അനുകരണങ്ങളിലും സംഗീത നാടകങ്ങളിലും ഒതുങ്ങിപ്പോയ മലയാളിയുടെ നാടകാഭിരുചിയെ തട്ടി ഉണർത്തുന്നതിലും എൻ കൃഷ്ണപിള്ളയോടും CJ തോമസിനോടും ഒപ്പം നിന്ന വ്യക്തിയാണ് ഇദ്ദേഹം. നാടകം എന്ന കലാരൂപത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഏറ്റവും പുതിയ നാടക പരീക്ഷണങ്ങളെക്കുറിച്ച് പോലും സുവ്യക്തമായ ധാരണകളോടെ ആണ് അദ്ദേഹം മലയാള നാടകവേദിയെ തനതു നാടക സങ്കല്പവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷണങ്ങൾക്ക് മുതിർന്നത്. 1953 പ്രസിദ്ധീകരിച്ച സ്നേഹദൂതനാണ് ശങ്കരപ്പിള്ളയുടെ ആദ്യ രചന. കിരാതം, ഭരതവാക്യം തുടങ്ങിയ നാടകങ്ങൾ മലയാള നാടകരചനാ സമ്പ്രദായത്തെ മാത്രമല്ല മലയാളിയുടെ നാടക ആസ്വാദന പാരമ്പര്യത്തെ പോലും മാറ്റിക്കുറിച്ച പരീക്ഷണങ്ങളാണ്. ജീവിതത്തിൻ്റെ ഒരു കഷ്ണം രംഗത്തെത്തിക്കുക എന്ന നാടക സങ്കല്പത്തെ മാറ്റിക്കുറിക്കുകയാണ് ജി ശങ്കരപ്പിള്ള. ഈ പരീക്ഷണ നാടകങ്ങളിലൂടെ അതുവരെ ഉണ്ടായിരുന്ന മലയാളി നാടക സങ്കല്പത്തിൻ്റെ ഒരു പുതിയ മുഖം ആവിഷ്കരിച്ചു. മലയാള നാടക ചരിത്രം എന്ന ജി ശങ്കരപ്പിള്ളയുടെ കൃതി അമേച്വർ നാടക സംഘങ്ങൾ, അതേപോലെ കോളേജ് തിയേറ്ററുകൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള അറിവും അനുഗ്രഹവും നമുക്ക് ആവശ്യത്തിലധികം തരുന്നതാണ്. അപ്പോൾ ഈ നാടകത്തെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചയാണ് ഈ പുസ്തകത്തിൽ നടക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഭരതവാക്യം എന്നുള്ള നാടകം. ഒരു വ്യക്തിയുടെ ആത്മാന്വേഷണത്തിൻ്റെ സഞ്ചാരമാണ് ഭരതവാക്യം. ശങ്കരപ്പിള്ള എല്ലാവരിലും ഒരു നടനുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നിറയെ കഥാപാത്രങ്ങളുമായി അരങ്ങിൽ ആൾക്കൂട്ടം സൃഷ്ടിച്ച് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജി ശങ്കരപ്പിള്ള 3 കഥാപാത്രങ്ങൾ മാത്രമുള്ള നാടകങ്ങൾ എഴുതി. നടൻ തന്നെയാണ് അതിലെ മുഖ്യ കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരാൾ അയാളുടെ മിത്രം, അത് നടൻ്റെ തന്നെ മനസാക്ഷിയാണ്. മൂന്നാമത് ഒരു സ്ത്രീ. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ നാടകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ദിവസത്തെ നടൻ്റെ ചിന്തകളിലൂടെ നാടകം പുരോഗമിക്കുന്നു. രേഖീയമായ പ്രമേയ വളർച്ചയല്ല, മുന്നിലും പിന്നിലുമൊക്കെയുള്ള സംഭവങ്ങളെ കോർത്തിണക്കുന്ന തരത്തിലുള്ള ഘടനാ സങ്കീർണതയാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഭരതവാക്യത്തിന് രംഗഭാഷയൊരുക്കൽ ക്ലേശകരമാണ് എന്ന് പറയും. തീർത്തും വെല്ലുവിളിയുള്ള ഒരു കാര്യമാണ് ഭരതവാക്യത്തിന് രംഗഭാഷയൊരുക്കുക എന്ന് പറയുന്നത്.
ഇബ്സന്റെ യഥാർത്ഥ നാടക സങ്കല്പത്തെയും ബ്രഹ്തിയൻ സമീപനത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രേക്ഷകരെ നാടകമാണെന്ന് ഇത് ജീവിതമാണെന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരെ നാടകമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു രീതി, അതാണ് ഈ നാടക സങ്കല്പത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അരങ്ങിൽ സാങ്കേതിക വിദ്യയുടെ സഹായം അധികമൊന്നും ലഭിക്കാതിരുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു നാടകം അദ്ദേഹം രചിച്ചത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അപ്പം അക്കാലത്ത് ദീപവിധാനത്തിൻ്റെയും അതേപോലെ സംഗീതത്തിൻ്റെയും സാധ്യതകൾ തുറന്നിട്ട് തരുന്ന ഇത്തരമൊരു നാടകം എഴുതാനായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളിന് മാത്രമേ പറ്റുള്ളൂ. ഭാവതലത്തിലും രൂപതലത്തിലും ശക്തമായ ഒന്നാം നിര നാടകങ്ങളുടെ പട്ടികയിൽ ഭരതവാക്യത്തിനും സ്ഥാനമുണ്ട്. മഹാഭാരതത്തിലെ മഹാപ്രസ്ഥാനവുമായി പ്രമേയത്തെ നാടകകൃത്ത് കണ്ണി ചേർക്കുന്നുണ്ട്. കുറ്റബോധവും ശാപബോധവുമൊക്കെ ഇതിലെ നടനെ വേട്ടയാടുന്നു. അവിടെ നടന് മിത്രം ആശ്വാസം പകരുന്നുണ്ട്. അതായത് നമ്മുടെ അന്തക്ഷോഭങ്ങൾക്ക് നമ്മിൽ തന്നെ ആശ്വാസമുണ്ട് എന്നുള്ള ഒരു രീതി. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ആശ്വാസം കൊടുക്കാനായിട്ട് മിത്രത്തിനും കഴിയുന്നില്ല. അപ്പോൾ അസ്തിത്വ ദുഃഖത്തിൻ്റെ കടൽ അയാളുടെ ഉള്ളിൽ അങ്ങനെ ഇരമ്പുകയാണ്. അപ്പോൾ ഇത്രയാണ് ഭരതവാക്യം എന്നുള്ള നാടകത്തെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നാടകത്തിലേക്ക് കടക്കാം.